ഹായ് ഓൾ, വെൽക്കം ടു നൗറാസ് കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും നൗറാസ് കിച്ചണിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കുബ്ബ എന്ന് പറഞ്ഞ ഒരു റെസിപ്പിയാണ്. ഇതൊരു അറബിക് സ്നാക്കായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഈ ഒരു റെസിപ്പി നമ്മൾ ഗ്രിൽ ടൈപ്പിലും ചെയ്യും, അതുപോലെ ഫ്രൈ ആയിട്ടും ചെയ്യും. ഞാനിവിടെ ഫ്രൈഡാണ് കാണിക്കുന്നത്. ഒരു അറബിക് സ്നാക്കാണ്. അറബിക് ടച്ചും അതിൻ്റെ ആ ഒരു സ്റ്റൈലൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഫുഡ് പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മാവ് മിക്സാക്കാനാണ്. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നല്ലോണം മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതിന് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നുറുക്ക് ഗോതമ്പാണ്. അഥവാ നമ്മൾക്ക് വാങ്ങാൻ കിട്ടും ഇങ്ങനെ നുറുക്ക് ഗോതമ്പോ നല്ലോണം കഴുകിയിട്ട് അതിനൊന്ന് വെള്ളം വാരാൻ വെച്ചിരുന്നു കുറച്ച് നേരം. അങ്ങനെ ചെയ്തെടുത്തതാണ്. അതിനെ ഞാൻ ആദ്യം ഈ ഫുഡ് പ്രോസസ്സറിലേക്ക് ചേർക്കുന്നുണ്ട്, ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 2 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇത് മിൻസ്ഡ് ബീഫാണ്, ബീഫ് മിൻസ് ചെയ്തത്. അതിനെ ഞാനൊരു കുറച്ച് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ പുറത്തുള്ള കോട്ടിംഗ് ആണ്. കോട്ടിംഗ് വെച്ചാൽ ഒരു മാവാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് മിൻസ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ബാക്കി ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ഇത് അടച്ച് വെച്ചിട്ടൊന്ന് തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാകത്തിന് കുറച്ച് വെള്ളം ചേർത്താൽ മതി, അധികമൊന്നും വെള്ളം ചേർക്കരുത്. കാരണം നമ്മൾ കൈ കൊണ്ട് മിക്സ് ആക്കുമ്പോൾ തന്നെ അറിയാം കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. ശരിക്കും വെള്ളത്തിൻ്റെ ആവശ്യം നമ്മൾ നല്ല കുഴച്ച് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ വെള്ളം ചേർത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ജീരകത്തിൻ്റെ പൊടി കൂടി ചേർക്കുന്നുണ്ട്, ചെറിയ ജീരകത്തിൻ്റെ പൊടി. അതാണ് ഇതിൽ മെയിന്. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സാക്കി എടുക്കാം. കൂടെ കുറച്ച് കുരുമുളക് പൊടി, നമ്മളിതിൽ വേറെ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എരിവിന് വേണ്ടിയിട്ടാണ് കുരുമുളക് പൊടി ചേർക്കുന്നത്. അങ്ങനെ ഞാൻ ആ ഫുഡ് പ്രോസസ്സറിൽ വെച്ചിട്ട് നല്ല മിക്സാക്കി എടുത്തതാണിത്. എൻ്റെ അടുത്തുനിന്ന് കുറച്ചൊന്ന് ലൂസായി. അപ്പോൾ ഞാൻ കുറച്ച് ആട്ടപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്തു. അധികമൊന്നുമില്ല, 1 ടേബിൾ സ്പൂൺ ചേർക്കേണ്ട ആവശ്യമേ വന്നിട്ടുള്ളൂ. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ശരിക്കും കൈ കൊണ്ട് തന്നെ നല്ലോണം കുഴച്ചെടുത്താൽ മതി. ഒരു ഫുഡ് പ്രോസസ്സറിൻ്റെ ആവശ്യമൊന്നും ശരിക്കില്ല. ഈ ഒരു രൂപത്തിൽ മാവ് തയ്യാറാക്കി അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഒലീവ് ഒഴിച്ച് ചെയ്യുമെന്ന് പറയണതാണ്, പക്ഷേ പല ആളുകളും പറയുന്നത് കേൾക്കാറുണ്ട് ഒലീവ് ചൂടാക്കി ഉപയോഗിക്കുന്നത് നല്ലതല്ല എന്നൊക്കെ. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ഒരു വലിയ ഉള്ളി ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് ബ്രൗൺ നിറായിട്ട് ഇങ്ങനെ വഴന്ന് വരുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി വഴന്ന് കിട്ടിയാൽ മതി. ഇനി ഞാനിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കി വെച്ചാൽ അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി അതെല്ലാം ചോപ്പ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇനി നമ്മൾ നേരത്തെ മാവിലേക്ക് എടുത്തിൻ്റെ ബാക്കിയുള്ള ബീഫിൻ്റെ മിൻസ് അത് ഇതിലേക്ക് നേരെ ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. മിൻസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഏതായാലും നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതായത് ഇങ്ങനെ നല്ലോണം ഇതായി വന്നിട്ട് തിളച്ച് വരുന്ന ഇതിലുള്ള വെള്ളം വേറെ ചേർത്തതൊന്നുമല്ല, മിൻസിന്ന് വന്ന വെള്ളം തന്നെയാണ്. അപ്പോൾ അതിനൊന്ന് വറ്റിച്ചെടുക്കണം. അത് വറ്റിക്കും വേണം, ആ മിൻസൊന്ന് വെന്ത് വരും വേണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മാവിൽ കുറച്ച് പാകത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഫില്ലിങ്ങിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, ഒരുപാട് അധികമായി പോകരുത്. അതുപോലെ തന്നെ ഇതിലും ചേർക്കുന്നുണ്ട് ചെറിയ ജീരകത്തിൻ്റെ പൊടി. അതൊരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നു. അതുപോലെ തന്നെ ഇത് അറബിക് മിക്സ് മസാലയാണ്, ഇത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം വേണമെങ്കിൽ ഗരം മസാല ചേർത്താലും മതിയാവും ഇത് കിട്ടാത്തവർക്ക്. ഞാനിത് രണ്ടും യൂസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതോടൊപ്പം കുറച്ച് കുരുമുളക് പൊടിയും കൂടി, അപ്പോൾ ഒരു സ്പൈസിക്ക് വേണ്ടിയിട്ടാണ്.
ഒരുപാട് എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ അധികം ചേർക്കണമെന്നില്ല, കുറച്ച് ചേർത്താൽ മതി. ഇത്രയും ചേർത്ത് നല്ലോണം ഇളക്കിയിട്ട് വേവിച്ചെടുക്കാം നമുക്ക്. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഏറ്റവും അവസാനം ഞാൻ അതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് നിലക്കടലയും അതുപോലെ കുറച്ച് കാഷ്യൂനട്ടും കൂടെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തതാണ്. ഇതിന് പകരം പിസ്ത എല്ലാം ബദാമൊക്കെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ വാൾനട്ട് അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കുക. ഏതെങ്കിലും തരത്തിലുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കുക. അത്രയും ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയാണ് നമ്മുടെ ഫില്ലിങ്ങിൻ്റെ കൂട്ട്, ഇത്രയും മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഫില്ലിങ് ഇരിക്കുന്നത്. അപ്പോൾ ഒരുപാട് വെള്ളത്തോടൊക്കൊന്നുമല്ല, ഇങ്ങനെ ഡ്രൈ ആയിട്ട് വിട്ട് നിൽക്കുന്ന തരത്തിലാണ് ഫില്ലിങ് വേണ്ടത്. ഇനി ഇതിൻ്റെ എന്താ പറയുക, ഇത് തയ്യാറാക്കുന്ന രൂപം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് അതിൽ നിന്ന് കുറച്ചെടുക്കണം. അപ്പോൾ ഞാനവിടെ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളത്തിൽ കൈ ഒന്ന് മുക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മാവ് നമ്മുടെ കയ്യിൽ എടുക്കാൻ കിട്ടും. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുക. എന്നിട്ട് അതിനെ ഒരു ഹോൾ ഇട്ടിട്ട് അതിൽ നമ്മൾ ഫില്ലിങ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക, കുറച്ച് മാവ് എടുത്തിട്ട് അതിൻ്റെ നടുവിൽ ഫില്ലിങ് ആക്കിയിട്ട് പിന്നെ കുറച്ച് മാവ് കൊണ്ട് മേലെ കവർ ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. ഒരു റൗണ്ട് ഷേപ്പിൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതാവുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ട് എളുപ്പം ഉണ്ടാവുക. ഇത് പിന്നെ ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് ഞാനൊരു നമ്മുടെ ഉന്നക്കായുടെ ഒക്കെ ഒരു ഷേപ്പ്, ആ ഒരു ഷേപ്പിലാണ് കൊണ്ടുവരുന്നത്. ഇതുപോലെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് വിരൽ വെച്ചിട്ട്. ഇനി അതിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് അത് നിറച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വേറെ മാവൊന്നും എടുക്കുന്നില്ല, ഈ മാവ് വെച്ചിട്ട് തന്നെ കവർ ചെയ്ത് റോൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രൂപത്തിലാണ് നമുക്ക് ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പം ഞാനവിടെ എന്താ പറയുക, രണ്ട് സൈഡും ഒന്നിങ്ങനെ കൂർപ്പിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് കുബ്ബയുടെ ഷേപ്പ് ഉണ്ടാവുക. ഇവിടെ റെസ്റ്റോറൻറ്റിലൊക്കെ ഇങ്ങനെ നമ്മുടെ ഗ്രിൽഡ് ചിക്കനും ബീഫൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ എന്താ പറയുക, അവരുടെ മെനുവിൽ ഇങ്ങനൊരു റെസിപ്പി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്. വൈകുന്നേരം ചായക്കൊക്കെ നമുക്ക് കഴിക്കുകയൊക്കെ ചെയ്യാം. ഈ ഒരു രൂപത്തിലാണ് തയ്യാറാക്കുന്നത്. അങ്ങനെ ബാക്കിയുള്ളതും നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇതുപോലെ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ആ ഓയിൽ നന്നായിട്ട് ചൂടായതിൻ്റെ ശേഷം മാത്രം ഇതിട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേവിച്ചെടുക്കും ചെയ്യരുത്. ഇപ്പം എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മറിക്കുമ്പോഴൊക്കെ നമ്മൾ ഗോതമ്പത്തിൻ്റെ ഇതാണ്, അപ്പോൾ വല്ലാതിട്ട് കുത്തി മറിക്കും ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഫില്ലിങ് പുറം ഭാഗം ഒന്ന് പൊട്ടിപ്പോവും. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യണമെന്ന് പറയുന്നത് ഗോതമ്പാണ്, അപ്പോൾ അത് വെന്ത് കിട്ടാൻ പണിയുണ്ടാവും. അപ്പോൾ നമ്മൾ ചെറിയൊരു മീഡിയം ഫ്ലെയിമിലാവുമ്പോൾ അതങ്ങനെ എണ്ണയിൽ കിടന്ന് വെന്തോളും. ഫ്ലെയിം കൂട്ടി വെച്ചാൽ പുറം ഭാഗം കരിയും ചെയ്യും, ഉള്ളിൽ ഗോതമ്പ് ശരിക്കും വെന്തിട്ടും ഉണ്ടാവില്ല. ഉള്ളിലത്തെ ഫില്ലിങ്ങിൻ്റെ പിന്നെ പേടിയില്ല, നമ്മളത് വേവിച്ചതാണ് ഓൾറെഡി. ഇതുപോലെ ഇങ്ങനെ പതുക്കെ മറിച്ചിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവണ വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ വീഡിയോയിൽ കാണുന്നില്ല, അതുപോലെ തയ്യാറായി വന്നിട്ടുണ്ട് നമ്മുടെ കുബ്ബ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് പൊരിച്ചെടുക്കാം. അങ്ങനെ ബാക്കിയുള്ളതും കൂടി ഞാനിവിടെ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കുബ്ബ എന്ന് പറയുന്ന റെസിപ്പി ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു രൂപത്തിലാണ്. അപ്പോൾ നിങ്ങളാരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്താ പറയുക, ഇതിൻ്റെ കമൻറ്റുകളൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നൗറാസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.